ഇടുക്കി കരുണാപുരത്ത് വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത്. സുകുമാരന്റെ അച്ഛന്റെ പെങ്ങളാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് സംശയിക്കുന്നു. പ്രതിയെന്ന് കരുതുന്നയാൾക്ക് 82 വയസ്സ് പ്രായമുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. കൊല്ലപ്പെട്ട സുകുമാരനും അച്ഛന്റെ പെങ്ങളും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിൽ സുകുമാരനെതിരെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കേസും നൽകിയിരുന്നു. 15 ദിവസം മുമ്പാണ് സുകുമാരന്റെ വീട്ടിലേക്ക് അച്ഛന്റെ പെങ്ങൾ എത്തിയത്. ഇത് കൊയ്ത്തുള്ള പറഞ്ഞ സ്ഥലത്ത് സുകുമാരൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു 63 വയസ്സുള്ള സുകുമാരൻ ഇങ്ങനെ വീട്ടിൽ ഒരു ആസിഡ് അറ്റാക്ക് ഉണ്ടായി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി നമ്മൾ വന്ന് അന്വേഷിച്ചതാണ്. അന്നേരം അയൽവാസികളായിട്ട് അന്വേഷിച്ചതിൽ ഇവരുടെ ഒരു അപ്പച്ചി, അതായത് അച്ഛന്റെ സഹോദരി, ഒരു 82 വയസ്സുള്ള സ്ത്രീയാണ്. അവര് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നത് കണ്ടതായിട്ട് പറയുന്നുണ്ട്. പ്രതിയെ സംശയിക്കുന്ന ആളെ ഏകദേശം 2 ആഴ്ചയായിട്ട് ഇവരുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. അച്ഛന്റെ പെങ്ങള് അപ്പച്ചി ആസിഡ് ഒഴിച്ചെന്നും പുള്ളിക്ക് പൊള്ളലേറ്റെന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയേക്കുവാണെന്നാണ് അറിഞ്ഞത്. അപ്പച്ചിയുടെ മേത്ത് ആദ്യം ഒഴിച്ചെന്ന് അറിഞ്ഞ ഞങ്ങൾ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് സംഭവം നേരെ തിരിച്ചറിയുന്നത്. പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുന്നു. ഈ സുചേട്ടനെ അനിയന്മാരും ഗോവിച്ചേട്ടനും രാജചേട്ടനും കൂടി കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്നു. ആ വഴിക്ക് മരിച്ചെന്നാണ് പിന്നെ ഞങ്ങൾ അറിയുന്നത്. പൊള്ളലേറ്റ അച്ഛന്റെ പെങ്ങളെ നിലവിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആക്രമണത്തിനിരയായ സുകുമാരനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം തൂക്കുപാലത്തെയും പിന്നീട് കട്ടപ്പനയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി.